മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. എറിയാട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. എറിയാട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് രാവിലെ 9-ന് ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. ഉച്ചയ്ക്ക് 1000 പേർക്ക് പ്രസാദഊട്ട്, വൈകിട്ട് 7:30-ന് കർണാട്ടിക് ക്ലാസിക്കൽ കച്ചേരിയും തുടർന്ന് നൃത്തോത്സവം എന്നിവ നടന്നു. 26-ന് തിങ്കളാഴ്ച പള്ളിവേട്ട മഹോത്സവം, വൈകിട്ട് 4-ന് പകൽപൂരം, ഉത്സവ സമാപന ദിവസമായ ജനുവരി 27-ന് ആറാട്ട് മഹോത്സവം, രാവിലെ 5-ന് പള്ളിയുണർത്തലും ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പും, 9-ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 12-ന് പ്രസാദഊട്ട്, വൈകിട്ട് 3-ന് ആറാട്ടിന് എഴുന്നള്ളിപ്പും പകൽപൂരവും, രാത്രി 9:30-ന് ആറാട്ട് കലശവും തുടർന്ന് 11-ന് മംഗളപൂജയും നടക്കും. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KK ബാബു, CM മനോജ്, PK സന്തോഷ്, PA കരുണാകരൻ, PK ശിവദാസൻ, MR ഗിരീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പിറന്നാളാഘോഷമാണ്. ഉത്സവം ആഘോഷം തുടങ്ങിയിട്ട് 21-ാം തീയതി കൊടിയേറി ആരംഭിച്ചതാണ്. 27-ാം തീയതിയാണ് ആറാട്ട് മഹോത്സവം. ഇന്ന് ദേവിയുടെ പിറന്നാളായിട്ട് ദേവിക്ക് ഏറ്റവും വലിയ പ്രസാദമായി ഇവിടുത്തെ അമ്മമാർ ഒരുക്കുന്ന പൊങ്കാല ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെയും ഈ എറിയാട് ദേശത്തെ എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാകും. ഈ ഉത്സവം അതിനുവേണ്ടി കൂടിയാണ് ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 27-ാം തീയതിയാണ് ആറാട്ട് മഹോത്സവം. അതിൽ എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, മഹോത്സവത്തിൽ പങ്കുചേരുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്. ഗവേഷണം നടത്തുന്നതിന് വേണ്ടി അതെല്ലാം പിടിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ എല്ലാ ശാസ്ത്രീയ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അവിടെ 31 ലക്ഷവും കഴിഞ്ഞു, 35 ലക്ഷം കഴിഞ്ഞപ്പോൾ എത്ര ലക്ഷം ഉണ്ടെന്നറിയില്ല. തിരുവനന്തപുരം ജില്ല മുഴുവൻ മണ്ണിട്ടാൽ പൂഴിയിട്ടാൽ താഴാത്ത വിധം പൊങ്കാല കലങ്ങളെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ രാജരാജേശ്വരി ക്ഷേത്രവും മഹത്തരമാകട്ടെ, മഹത്തരമാകണം എന്ന് നമ്മൾ സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.